നമ്മൾ നിരന്തരം റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മളുടെ കൂട്ടുകാര്, സുഹൃത്തുക്കള്, കുടുംബാംഗങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചറിയാം. ഒന്ന് മിഠായി തെരുവിലോ അല്ലെങ്കിൽ മാനാഞ്ചിറ സ്റ്റോറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാം നമ്മളുടെ കുട്ടികള്, സഹപ്രവർത്തകര്, ആളുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഫോണുണ്ട്. ട്രാഫിക് ലൈനിലേക്ക് കയറുമ്പോൾ പോലും, നടക്കുമ്പോൾ പോലും നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാറില്ല. ഇത് മോട്ടോറാണ്, ഒരു എഞ്ചിൻ ഘടിപ്പിച്ച വാഹനം വരുന്നുണ്ട്. നമുക്ക് അവിടെ സിഗ്നൽ ലൈൻ ഉണ്ട് എന്നുള്ളത് ശരിയായിരിക്കാം, ചിലപ്പോൾ ചവിട്ടിയെ കിട്ടിയില്ലെങ്കിലോ. അപ്പൊ നമ്മളുടെ ഒരു കരുതല്, നമ്മളുടെ ഒരു ശ്രദ്ധ ഈ ഭാഗത്ത് നമ്മൾക്ക് ഉണ്ടാവണം. നമ്മൾ തന്നെ ശീലിച്ചേ മതിയാവും. ബാക്കിയേ ഉള്ളൂ. ഒരു 50% സർക്കാരും അതുപോലെയുള്ള സംവിധാനങ്ങളും പോലീസും മോട്ടോർ വെഹിക്കിളും ഒക്കെ ചെയ്യുമ്പോഴും 50% ചെയ്യേണ്ടവര് നമ്മളാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ പോലും നമ്മളുടെ ചിന്തയിൽ, നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ, നമ്മൾ പലപ്പോഴും പറയും, ഈ ബൈക്കിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആളുകൾ, ഒരാൾ കയ്യിൽ ഹെൽമെറ്റ്, ഒരു കയ്യിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവും. പോലീസിനെ കാണുന്ന സമയത്ത് മാത്രമാണ് ഹെൽമെറ്റ് എടുത്താലല്ലോ എടുക്കുക. പോലീസുകാർക്ക് എന്താ പ്രശ്നം? കേസ് എടുക്കുന്നതൊക്കെ സത്യമാണ്, പൈസ ഈടാക്കുന്നത് സത്യമാണ്. കാരണം ഈ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ സുരക്ഷയാണ്. ഹെൽമെറ്റ് വെക്കുമ്പോൾ അത് റോഡിൽ വീഴുമ്പോൾ നമ്മുടെ തലയ്ക്കെങ്കിലും പരിക്കില്ലാതെ നമ്മൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ളതാണ്. ഞാൻ ഈ സമയം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറഞ്ഞു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. അദ്ദേഹത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷെരീഫ് CEO സാറിനെ ക്ഷണിക്കുന്നു.